പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകളിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്രിസ്തുവിൽ സ്വാഗതം ചെയ്യുകയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഈ ചാനലിലൂടെ വീണ്ടും നമ്മുടെ വിടുതൽ ശുശ്രൂഷകളിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ പല തിരക്കുകളായ കാരണത്താൽ എനിക്ക് വീഡിയോകൾ ഇടാൻ പറ്റിയില്ല, ശുശ്രൂഷകൾ ചെയ്യുവാൻ പറ്റിയില്ല. ദൈവനാമത്തിൽ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. പല വ്യക്തികൾ എന്നെ വ്യക്തിപരമായി വിളിച്ചു, ചോദിച്ചു, വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, എന്താണ് പറ്റിയത് പാസ്റ്റർ, തുടങ്ങാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുവദിക്കുന്ന പക്ഷം ഇന്ന് തൊട്ട് നമ്മുടെ ശുശ്രൂഷകൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ 2-3 ഭാഗങ്ങളാണ് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കുവാനിടയായി തീർന്നത്. ആ 2-3 ഭാഗത്തേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ഇപ്രകാരം ഒരു പദം എന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്നിടുവാനിടയായി തീർന്നു. നോഹയുടെ പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ ഇതേ പ്രവചന ശബ്ദം ഞാൻ കൈമാറുകയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത്, പ്രതീക്ഷിക്കാത്ത സമയത്ത് പല കുടുംബങ്ങളെ, പല വ്യക്തികളെ ദൈവം ഉറപ്പിക്കും. നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ ആമേൻ പറഞ്ഞുകൊണ്ട് ആ വേർഡിനെ നിങ്ങൾ ഏറ്റെടുത്തോ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നിങ്ങളുടെ ജീവിത സാഹചര്യം എന്ന് പറയുന്നത് എവിടെയും ഉറയ്ക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ, ആമേൻ, ചഞ്ചലിപ്പോടെ, വേദനയോടെ, ദുഃഖത്തോടെ, കരച്ചിലോടെ നടക്കുന്ന പല കുടുംബങ്ങളെ ദൈവാത്മാവ് കാണിക്കുന്നു. അവരോടുള്ള പ്രവചന ശബ്ദമാണ്, ദൈവം നിങ്ങളെ ഉറപ്പിക്കും. ഞാൻ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി ഈ പദം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുകയാണ്. നിങ്ങൾ വിശ്വസിച്ചോ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിന്റെ മേൽ ദൈവം വിടുതലുകൾ ചെയ്യും. അസാധാരണമാകുന്ന ദൈവപ്രവൃത്തി നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിന് ചെയ്യാൻ പറ്റും. യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെയും, ഓരോ വ്യക്തികളെയും ദൈവകരങ്ങളിലേക്ക് പരിവേൽച്ച് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ എവിടെയും ഉറയ്ക്കാതെ, ആമേൻ, 2 മനസ്സോടുകൂടി പ്രത്യേകിച്ച് തീരുമാനങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, ഒരുപക്ഷെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോകുകയാണ്, ഒരു ജോലിയോടനുബന്ധിച്ച് ഞാൻ കടന്നു പോകാൻ വേണ്ടി പോകുകയാണ്, ബിസിനസ്സിനോടനുബന്ധിച്ച് ഞാൻ മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്, എനിക്ക് തീരുമാനം എടുക്കുവാൻ പറ്റുന്നില്ല, അതുപോലൊപ്പം തന്നെ പഠനത്തോടനുബന്ധിച്ച് പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. അവരുടെ ജീവിതത്തിന്റെ മേൽ വലിയ ദൈവ പ്രവർത്തികൾ, അവൻ സമാധാനം കൊണ്ട് ദൈവം പല കുടുംബങ്ങളെ നിറയ്ക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തീരുമാനം എടുക്കുവാനുള്ള ദൈവിക എബിലിറ്റി കടന്നു വരട്ടെ. ആമേൻ. ദൈവവചനത്തിൽ റൈറ്റായി തീരുമാനമെടുത്തവരുണ്ട്. അതിലൊരു വ്യക്തിയാണ് എസ്റ്റർ, 2ാമത്തെ വ്യക്തിയാണ് രൂത്ത്. ഒരു സാഹചര്യവും ഇവർക്ക് എതിരായി നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് രൂത്തിന്റെ ജീവിതത്തിന്മേൽ സാഹചര്യങ്ങളെല്ലാം എതിരായി നിൽക്കുമ്പോൾ റൈറ്റായ ഡിസിഷൻ എടുത്തു. അത് കാരണത്താൽ അവളെ ഉന്നതമായ തലത്തിൽ ദൈവം മാനിച്ചു. ചില കുടുംബ ജീവിതത്തിന്റെ മേൽ, ചില വ്യക്തികളുടെ ജീവിതത്തിന്റെ മേൽ റൈറ്റായ ഡിസിഷൻ എടുക്കുവാനുള്ള ദൈവിക എബിലിറ്റി കൊണ്ട് ദൈവം നിറയ്ക്കുന്നു എന്ന് ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകളിൽ അത് യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുകയാണ്. റൈറ്റായ ഡിസിഷൻ എടുക്കുവാൻ അവൻ നിങ്ങൾ ഉറയ്ക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. നിങ്ങൾ ഉറയ്ക്കും. നിങ്ങളെ തകർക്കുവാൻ കടന്നു വന്ന തിരമാലയുടെ നടുവിൽ നിങ്ങൾ സമാധാനത്തോടുകൂടി നടന്നു പോകും. വലിയ ദൈവപ്രവർത്തികൾ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യുകയാണ്. ദൈവം അത് ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവം അനുവദിക്കുന്ന പക്ഷം ഇന്ന് തൊട്ട് എല്ലാ ദിവസവും രാത്രി 7 മണിക്ക് ഈ ചാനലിലൂടെ ശബ്ദമേറിയ വിടുതലിൻ ശുശ്രൂഷകൾ, പ്രൊഫറ്റിക്കൽ മിനിസ്ട്രി, പ്രൈസ് ദി ലോർഡ്, ആമേൻ, പ്രൊഫറ്റിക്കൽ ദൈവിക വചന ശുശ്രൂഷകളെല്ലാം ഈ ചാനലിലൂടെ നടക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ
ഈ വിടുതലിൻ ശുശ്രൂഷകൾ നടക്കുന്നതിൽ പങ്കെടുക്കുന്നതെങ്കിൽ ഫോളോ ചെയ്തോ. നിങ്ങളുടെ ജീവിതത്തിന്റെ മേലെ ഒരു അനുഗ്രഹത്തിന് കാരണമാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. ആമേൻ, ആമേൻ. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ദൈവം നിങ്ങളെ കാത്തു പരിപാലിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ആമേൻ. ഈ മെയ് മാസത്തിലേക്ക് വന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചത് പുതിയ സീസൺ, ഫ്രഷായ ബിഗിനിങ്ങുകൾ, ഇതൊക്കെ പലരുടെയും ജീവിതത്തിൽ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനയോടുകൂടി പ്രീശലോ നിങ്ങളായിരിക്കുക. എവിടെയായിരുന്നാലും ദൈവകരം നമുക്ക് വേണ്ടി ചലിക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഒറ്റ ഒരു പ്രവചന സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവാത്മാവ് കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഈ പദത്തിൽ നിന്ന് എന്നോട് ആഴമേറിയ രീതിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആമേൻ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 27-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: വളരെ നാളായിട്ട്. ആമേൻ. അപ്പോസ്തലൻ പൗലോസ് ഒരു യാത്രയിലാണ്, റോമിലേക്കുള്ള യാത്രയിലാണ്. ദൈവം പറഞ്ഞിട്ടാണ് പൗലോസ് റോമിലേക്ക് കടന്നു പോകുന്നത്. പക്ഷേ പ്രീശലോ ആ യാത്രയിൽ അവന്റെ ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡായ തിരമാല, പ്രതികൂലം, എന്തിനു പറയുന്നു, ജീവിച്ചിരിക്കുമോ പ്രീശലോ സാധ്യതകളെല്ലാം അവന്റെ മുമ്പിൽ അസ്തമിച്ച് കടന്നു പോകുവാനിടയായി. ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ആരൊക്കെയോ പറയുകയും കരയുകയും ചെയ്യുന്നത്, പാസ്റ്ററെ എൻ്റെ ജീവിതത്തിൽ ഇനി രക്ഷപ്പെടാൻ സാധ്യതകൾ കുറവാണ്, ഇനി എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ സാധ്യതകൾ കുറവാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാ മേഖലകളിലും അടയപ്പെട്ട വഴിയുടെ മുമ്പിലാണ് ഞാൻ ആയിരിക്കുന്നത്. അവൻ നിന്നോടുള്ള ദൂതാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്. ഈ സന്ദേശം നിങ്ങൾ കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്ന പ്രകാരമാണ്: വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും. ആമേൻ, ഹല്ലേലൂയ. വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കയാൽ, അടുത്ത പദം, ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശ ഒക്കെയും അറ്റുപോയി. അപ്പദം ശ്രദ്ധിക്കുക, ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശ ഒക്കെയും അറ്റുപോയി. ഇന്നാരൊക്കെയോ എൻ്റെ സന്ദേശം ഇങ്ങനെ കേൾക്കുന്നവരുണ്ട്: പക്ഷേ രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്, ഇനി സക്സസ് ആകുവാൻ സാധ്യത കുറവാണ്, ഇനി എൻ്റെ മുമ്പിൽ സമാധാനപരമായ ഒരു ജീവിതം ഉണ്ടാകുവാൻ സാധ്യത കുറവാണ്. എന്നാൽ ദൈവാത്മാവ് ഇപ്പോൾ എന്നെ കാണിക്കുന്ന, എന്റെ ഹൃദയത്തിൽ നൽകിത്തരുന്ന ആഴമേറിയ ആ സന്ദേശവും ചിന്തയും ആ ഇമാജിനേഷനും ഇങ്ങനെ തന്നെയാണ്. കുശവന്റെ കയ്യിൽ ഉടയപ്പെട്ടുപോയ ഒരു മൺപാത്രം. ആമേൻ. മാനുഷികമായി നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും പറയും, കുശവന്റെ കയ്യിൽ ആ പാത്രം ഉടഞ്ഞു പോയിരിക്കുകയാണ്, ഇനി സാധ്യത കുറവാണ്. എന്നാൽ നിന്നോടുള്ള ഗുഡ് ന്യൂസ് ഇതാണ്: പ്രൈസ് ദി ലോർഡ്. നീ ആരുടെ കയ്യിലാണ് ഇരിക്കുന്നതെന്ന് നോക്കുക. ആമേൻ. നീ ആരെയാണ് സേവിക്കുന്നതെന്ന് നോക്കുക. നീ ആരോടാണ് പ്രാർത്ഥിക്കുന്നതെന്ന് നോക്കുക. ആമേൻ. ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ പ്രതീക്ഷകളും മറ്റുപോയി. രക്ഷപ്പെടുമെന്നുള്ള സാധ്യത വരെ പ്രീശലോ ഇല്ലാത്ത സമയത്ത് ദൈവാത്മാവ് പറയുന്നു: നീ നല്ല കുശവന്റെ കയ്യിലാണ് ആയിരിക്കുന്നത്. നീ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം പ്രീശലോ സിംഹത്തിന്റെ കുഴിയിൽ ഇറങ്ങി വന്ന് ദാനിയേലിനെ അത്ഭുതകരമായി വിടുവിച്ച ദൈവമാണ്. ഇത് പറയുമ്പോൾ വലിയ ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ട് ഈ വീടിന് ഞാൻ കൈമാറുകയാണ്. എല്ലാം അസ്തമിച്ചു എന്ന് പറഞ്ഞ് സിംഹക്കുഴിയുടെ അനുഭവത്തിൽ കിടക്കുന്ന നിനക്കു വേണ്ടി ദൈവം ഇറങ്ങും. ദൈവം ഇറങ്ങും. സങ്കീർത്തന പുസ്തകങ്ങളിൽ വായിക്കുന്നത് പോലെ തന്നെ ദൈവം നമ്മൾക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. അവൻ വിടുവിക്കുന്ന ദൈവമാണ്. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് നമ്മളുടെ ദൈവത്തിന്റെ പക്കലാണുള്ളത്. അതുകൊണ്ട് നീ ഭാരപ്പെടേണ്ട, നീ ബുദ്ധിമുട്ടണ്ട, നീ കരഞ്ഞത് നിർത്തിക്കോ. എവിടെ നിങ്ങളായിരിക്കുന്നു അവിടെ നിന്ന് തന്നെ നിങ്ങൾ എഴുന്നേൽക്കുക. എന്നിട്ട് നിങ്ങളോട് തന്നെ പറയുകയാണ്: എല്ലാ വഴികളും എൻ്റെ മുൻപിൽ അടഞ്ഞാലും പ്രൈസ് ദി ലോർഡ്, സ്വർഗത്തിന്റെ വഴി എൻ്റെ മുമ്പിൽ തുറന്നിരിക്കും. നിങ്ങളിത് വിശ്വസിക്കുന്നുവെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ: പ്രൈസ് ദി ലോർഡ്, എൻ്റെ മുൻപിൽ എല്ലാ വഴികളും അടഞ്ഞാലും
പ്രീശലോ, എന്റെ മുമ്പിൽ ഏതൊക്കെ വഴികൾ അടഞ്ഞാലും ദൈവികമാകുന്ന വഴികൾ എന്റെ മുമ്പിൽ തുറന്നിരിക്കും. ഇത് നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ, ഇത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ആ ഡിവൈനാകുന്ന വഴികൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുകയാണ്. അതങ്ങനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കുകയാണ്. എല്ലാ വഴികളും അടഞ്ഞു കഴിഞ്ഞാലും ദൈവത്തിന് നിന്റെ മുമ്പിൽ വഴികളെ തുറക്കാൻ പറ്റും. ഇത് തന്നെയല്ലേ മോശയുടെ ജീവിതത്തിൽ സംഭവിച്ചത്? അവന്റെ മുമ്പിൽ അടയപ്പെട്ട വഴികളായിരുന്നു. 35 ലക്ഷം കടന്നു വരുന്ന ജനമൊക്കെയും പുറകിൽ കടന്നു വരുന്ന ഫറവോന്യ സൈന്യത്തെ കണ്ടുകൊണ്ട് ഭയപ്പെട്ടു നിൽക്കുകയാണ്. മുൻപിൽ ആർത്തിരമ്പുന്ന തിരമാലയാണ്, ചെങ്കടലാണ്, ഒന്നും ചെയ്യുവാൻ പറ്റാത്ത സ്ഥിതിയാണ്. എന്നാൽ അതിന്റെ നടുവിൽ അവനു വേണ്ടി ഒരു വഴി ഒരിക്കലും അടഞ്ഞിട്ടില്ല. അത് ഉയരത്തിലേക്കുള്ള വഴിയാണ്, അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്, അത് ദൈവത്തിങ്കലേക്കുള്ള വഴിയാണ്. പ്രിയരെ, നിന്റെ മുൻപിൽ ഏതൊക്കെ വഴി അടഞ്ഞാലും, ആമേൻ, സ്വർഗത്തിലേക്കുള്ള വഴി അടഞ്ഞിട്ടില്ലെങ്കിൽ, ദൈവത്തിന്റെ പക്കലേക്കുള്ള വഴി അടഞ്ഞിട്ടില്ലെങ്കിൽ നീ ഭയപ്പെടണ്ട എന്ന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ചെങ്കടൽ നിന്റെ മുമ്പിൽ രണ്ടായി വിഭജിക്കുന്നത് ഈ സീസണിൽ കാണുവാൻ പറ്റും. ഞാനിത് പറയുമ്പോൾ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും സൂം മീറ്റിംഗിൽ ഞാൻ നിങ്ങളെ ലൈവായി സൂക്ഷിക്കുന്നുണ്ട്. ആ സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള സമയം അവിടെ ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും 2 മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ കൈമാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൂം മീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഇവിടെ നോക്കുക, പൗലോസ് കഴിഞ്ഞ 14 ദിവസം സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ ഭാരപ്പെടുകയാണ്. ദൈവം പറഞ്ഞ വാഗ്ദത്ത പ്രകാരമാണ് അവൻ റോമിലേക്ക് കടന്നു പോകുന്നത്. അവൻ അർത്ഥാൽ ദൈവമാണ് അവനെ പറഞ്ഞയക്കുന്നത്. എന്നിട്ടും അവന്റെ മുമ്പിൽ അവൻ കാണാത്തതും അവൻ ചിന്തിക്കാത്തതുമായ വിഷയം കടന്നു വന്നു. ചില സമയങ്ങളിൽ നിന്റെ മേൽ എത്ര വാഗ്ദത്തമുണ്ടെങ്കിലും, നിന്റെ മേൽ എത്ര ദൈവിക വിളി ഉണ്ടെങ്കിലും, ദൈവം അയച്ച സാഹചര്യത്തിൽ തന്നെ നീ അറിയാത്ത വിഷയങ്ങൾ കടന്നു വരും. ആരൊക്കെയോ പറയുന്നത്, ഇന്ന രാജ്യത്ത് ഞാൻ വന്നത്, ഇന്ന സ്റ്റേറ്റിൽ ഞാൻ കടന്നു വന്നത്, ഇന്ന കോളേജിൽ ഞാൻ കടന്നു വന്നത്, ദൈവാത്മാവ് എന്നോട് പ്രവാചകന്മാരിലൂടെ എന്നോട് വ്യക്തിപരമായി സംസാരിച്ചിട്ടാണ് വന്നത്. പിന്നെ എന്തുകൊണ്ട് ഞാൻ ഈ വിഷയങ്ങളിൽ കൂടി കടന്നു പോകുന്നു? അവിടെയാണ് നിന്റെ വിശ്വസ്തത നീ തെളിയിക്കേണ്ടത്. അവിടെയാണ് നീയും ദൈവമായിട്ടുള്ള ബന്ധം നീ തെളിയിക്കേണ്ടത്. എത്ര പ്രതികൂലം കടന്നു വന്നാലും, എത്ര പ്രതിസന്ധി കടന്നു വന്നാലും, എന്നെ അയച്ചത് ദൈവമാണെങ്കിൽ ദൈവം എനിക്ക് വേണ്ടി വഴി തുറക്കുമെന്ന് ഉറപ്പായി തന്നെ വിശ്വസിക്കുക. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അത്ഭുതങ്ങൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കും. തന്നോട് കൂടെ യാത്ര ചെയ്യുന്ന ഈ യാത്രയിൽ ഏകദേശം 260 മുകളിൽ ആൾക്കാരുണ്ട്. ആമേൻ. എന്നാൽ 260ഓളം ആൾക്കാർ ഭക്ഷണം കഴിക്കാതെ ഭയപ്പെട്ടിരിക്കുകയാണ്. എല്ലാവരുടെ മേലും മരണഭീതിയുണ്ട്. ഇന്ന് ഞാനിത് പറയുമ്പോൾ ഏതൊക്കെയോ മേഖലകളിൽ ആരൊക്കെയോ മരണഭീതി കൊണ്ട്, ആമേൻ, ഉറങ്ങാൻ കഴിയാതെ എന്തിൽ കൈവച്ചാലും ഭയമാണെന്ന് പറയുന്നവരുണ്ട്. യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ്, മരണഭയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. അക്ഷരികമായി ഇപ്പോൾ തന്നെ സംഭവിക്കുകയാണ്. മരണഭയങ്ങൾ ചില വ്യക്തികളിൽ നിന്ന് ദൈവാത്മാവ് എടുത്തു മാറ്റുകയാണ്. മരണഭയങ്ങൾ ചില കുടുംബങ്ങളിൽ നിന്ന് ദൈവാത്മാവ് എടുത്തു മാറ്റുകയാണ്. ഫ്രീ ആകുകയാണ് നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. എല്ലാവരും ഭയപ്പെട്ട് നിൽക്കുമ്പോൾ പൗലോസ് മാത്രം പ്രാർത്ഥനയിൽ കയറി. അവൻ പറയുന്ന ഒരു പദമുണ്ട്, ഞാൻ സേവിച്ചു നിൽക്കുന്നവനും എന്റെ ഉടയവനും. 14 ദിവസമായേ സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ, 14 ദിവസമായേ വലിയ കൊടുങ്കാറ്റാണ്, 14 ദിവസമായി ഒത്ത കടലിന്റെ നടുക്കാണ്, 14 ദിവസമായി
ഇനി ജീവിതത്തിന്റെ മേൽ ഒന്നും സംഭവിക്കുകയില്ല, ഇനി ഒരു പ്രതീക്ഷയില്ല എന്ന് പറയുന്ന ഒരു സമൂഹത്തിന്റെ നടുവിലാണ് പൗലോസ് ആയിരിക്കുന്നത്. ഇന്ന് ഞാൻ ഇത് പറയുമ്പോൾ പല വ്യക്തികളും 14 വർഷമായിട്ട് ശകളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. ഇത്ര വർഷമായി ബ്രദർ ഞാൻ പ്രതികൂലങ്ങളിൽ കൂടി കടന്നു പോകുന്നു, അതിനൊരു എൻഡുണ്ടാകട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ്. സംഭവിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കും. ഇവിടെ എല്ലാവരും ഭയപ്പെട്ടു നിൽക്കുമ്പോൾ അന്ന് രാത്രി ദൈവം അവനോട് സംസാരിച്ചു. രക്ഷപ്പെടുകയില്ലെന്ന് പറയുന്ന മൂമെന്റിൽ ദൈവം അവനോട് സംസാരിച്ചു. ദൈവം അവനോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? നിന്റെ കൂടെ യാത്ര ചെയ്യുന്ന ഓരോ വ്യക്തികളെയും ഞാൻ നിനക്ക് ദാനം നൽകി തന്നിരിക്കുകയാണ്. നീ ഈ കപ്പലിൽ ഉള്ളോടത്തോളം കാലം ഈ കപ്പൽ മുങ്ങുവാൻ, ഇതിലിരിക്കുന്ന വ്യക്തികൾ മരിച്ചു പോകുവാൻ, ഇതിലിരിക്കുന്ന വ്യക്തികൾ ആരും അവൻ തീർന്നു പോകുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. നിങ്ങളോട് ഒരു പ്രവചന ശബ്ദം ഞാൻ കൈമാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നീ ആ ഭവനത്തിലുള്ള കാരണം ആ ഭവനം തീർന്നു പോകുകയില്ല. നീ ആ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലുള്ള കാരണത്താൽ ആ സ്ഥാപനം തകർന്നു പോകുകയില്ല. നീ ആ ബിസിനസ്സിൽ കൈവച്ചു എന്ന ഒറ്റ കാരണത്താൽ ആ ബിസിനസ് തകർന്നു പോകുകയില്ല. യേശുവിന്റെ നാമത്തിൽ തകർച്ചയുടെ അനുഭവങ്ങളെ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? പൗലോസും കൂട്ടരും അൺഎക്സ്പെക്റ്റഡ് ആയി മെലീത്ത എന്ന ദ്വീപിലേക്ക് കടന്നുപോയി. അവിടെ ദൈവ പ്രവർത്തികൾ അവൻ കണ്ടു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, ഒന്നും നടക്കയില്ലെന്ന് പറഞ്ഞ്, രക്ഷപ്പെടുകയില്ലെന്ന് പറയുന്ന ആ സ്ഥലത്തു നിന്നുകൊണ്ട് തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയ ദൈവ പ്രവർത്തികൾ, യൂടേണുകൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഇപ്പോൾ തന്നെ ചെയ്യുകയാണ്. എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലും ഞാൻ പാലക്കാട് നിങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട്. പാലക്കാടുള്ള JB റോഡിലുള്ള ജോബീസ് മോള് എന്നറിയപ്പെടുന്ന മോളിന്റെ 4ാമത്തെ നിലയിലുള്ള സിൽവർ ഹോളിൽ വെച്ചിട്ടാണ് എല്ലാ ഞായറാഴ്ചകളിലും നമ്മുടെ വിടുതലിൻ ശുശ്രൂഷകൾ നടക്കുന്നത്. ആ ശുശ്രൂഷകളിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. രാവിലെ 10:30 തൊട്ട് 1:30 വരെയാണ്. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിന്റെ മേലെ അത്ഭുതകരമാകുന്ന ദൈവപ്രവൃത്തികൾ ചെയ്യുവാൻ പറ്റും. ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആമേൻ. ഈ സീസൺ നിങ്ങളുടെ മുമ്പിൽ എല്ലാം തീർന്നു പോയിരിക്കുന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് പുതിയ തുടക്കങ്ങൾ ദൈവം നൽകി തരും. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ വേണ്ടി പോകുകയാണ്. കർത്താവേ, ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഞാൻ പറയപ്പെട്ട പല മേഖലകളുണ്ട്, പല വിഷയങ്ങളിൽ കൂടി കടന്നു പോകുന്നുണ്ട്. അവരുടെ മേലെല്ലാം അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, ദൈവപ്രവൃത്തികൾ നടക്കട്ടെ. സീസൺ തുറന്നു വരേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവം അത് ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. നാളെ വേറൊരു മെസ്സേജുമായി കാണാം. God bless you all.